ഹായ് ഫ്രണ്ട്സ്, മല്ലുപുറം എന്ന നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന ഫ്രൂട്ട്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നമ്മുടെ നാട്ടിലൊക്കെ വരമ്പമ്പുളി എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. സ്റ്റാർ ഫ്രൂട്ട് എന്നാണ് അതിൻ്റെ പേര്. ഇപ്പോൾ ഈ കാണിക്കുന്ന കാട്ടയം കണ്ടിട്ട് നിങ്ങൾ മതിൽ ചാടാനുള്ള പോക്കാണെന്നൊന്നും കരുതണ്ട കേട്ടോ. ഇത് നമ്മൾ മരത്തിൽ നിന്ന് സ്റ്റാർ ഫ്രൂട്ട് പറിക്കാനുള്ളൊരു അംഗമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റാർ ഫ്രൂട്ടൊക്കെ കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മളങ്ങനെ അത്യാവശ്യം സാധനം പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റാർ ഫ്രൂട്ട് മൊത്തം നമ്മളിപ്പോൾ പറിച്ച് ഒരു ബക്കറ്റിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റാർ ഫ്രൂട്ട് വെച്ചൊരു വെറൈറ്റി രീതിയിൽ നമ്മൾ സ്റ്റാർ ഫ്രൂട്ട് ഒന്ന് കഴിച്ചു നോക്കിയല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പറിച്ചതിൽ നിന്ന് 3-4 സ്റ്റാർ ഫ്രൂട്ട് നല്ലത് നോക്കി നമ്മളിത് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാകുന്ന ഇതാണെങ്കിലും നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്തെടുക്കണം. ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ സൈഡിലായിട്ടൊക്കെ 8 കാലിയുടെ ഇതൊക്കെ ഉണ്ടാകും. ഇത് കൂടുതലും ചാമ്പങ്ങയിലാണ് കൂടുതലും കാണുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ അത് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കഴുകിയെടുത്തിട്ട് ഒരു വെറൈറ്റി രീതിയിൽ നമുക്കിതൊന്ന് കഴിച്ചു നോക്കിയാലോ. വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല, പലരും മാങ്ങ ഇതൊക്കെ മുളകിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഈ സ്റ്റാർ ഫ്രൂട്ടും ചാമ്പങ്ങയും കൂടി നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ഈ ചാമ്പങ്ങയുടെ പേര് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് നെയിം എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തന്നെ. അപ്പോൾ ഈ സ്റ്റാർ ഫ്രൂട്ടും എല്ലാം നല്ല വലിപ്പം തന്നെയാണ് കേട്ടോ. സ്റ്റാർ ഫ്രൂട്ട് കഴിക്കാൻ എപ്പോഴും ടേസ്റ്റ് അധികം പഴുത്തു പോകാതിരിക്കുമ്പോഴാണ് കേട്ടോ. ശരിക്കും പഴുത്തു പോയിട്ടുണ്ടെങ്കിൽ അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ഇങ്ങനെ. അത് എനിക്ക് മാത്രമെന്ന് പറഞ്ഞിട്ടോ, എനിക്ക് ശരിക്കും പഴുത്തത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്താൽ നമ്മുടെ കണ്ടോ സ്റ്റാർ ഫ്രൂട്ട് എടുത്തു. എന്നിട്ട് ഇത് കണ്ടോ, സ്റ്റാർ ഫ്രൂട്ട് എപ്പോഴും ഇങ്ങനെ വട്ടം പൊട്ടേ കട്ട് ചെയ്യാറുള്ളൂ കേട്ടോ. ഇപ്പോൾ കട്ട് ചെയ്ത ഷേപ്പ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കണമല്ലോ എന്തുകൊണ്ടാണ് ഇതിന് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നതെന്ന്. കറക്റ്റ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസിനൊക്കെ തൂക്കുന്ന സ്റ്റാറിൻ്റെ അതേ ഷേപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് ഇതൊരു പുളിയും ഒരു മധുരവും കൂടിയുള്ളതാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു വെറൈറ്റി ഫ്രൂട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞുകൂടാ. നമ്മുടെ ചെമ്മിപ്പുളിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നിക്കൊക്കെ പ്രോബ്ലം എന്നൊക്കെ ഇപ്പോൾ ന്യൂസൊക്കെ വരാറുണ്ട് കേട്ടോ. യൂട്യൂബിൽ ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയെന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിലും വ്യൂ കിട്ടുന്നുണ്ടെങ്കിലും ആരും കറക്റ്റായിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നില്ല കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഓരോ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അത് മനോഹരമായിട്ട് കട്ട് ചെയ്ത് കണ്ടോ, സ്റ്റാർ ഫ്രൂട്ടും ചാമ്പങ്ങയും മനോഹരമായിട്ട് കട്ട് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് തന്നെ ഇരിക്കണ്ടോ. ഈ ചാമ്പങ്ങക്ക് സീഡില്ല കേട്ടോ, സീഡ്ലെസ് ആണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് എനിക്ക് അറിഞ്ഞത് ആപ്പിൾ ചാമ്പയാണോ അതോ വിയറ്റ്നാം ചാമ്പ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് നെയിം എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളോട് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിന് തന്നെ സപ്പോർട്ട് ഇനിയും ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ അരിഞ്ഞ് പ്ലേറ്റിൽ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിനി കുറച്ച് ഉപ്പും മുളകും കൂടി പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ടേസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ ആരെയും നിർബന്ധിച്ച് പറഞ്ഞ അഭിപ്രായങ്ങളൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇവിടെ മകനും എൻ്റെ അമ്മക്കൊക്കെ ഇത് ഇഷ്ടമാണ് ഭയങ്കര. അപ്പോൾ അവർ എന്ന് വെച്ച് കൂടുതൽ കഴിക്കുന്നില്ല, എന്നാലും അവർ ചെറുതായിട്ട് ഇതൊക്കെ കഴിക്കുന്നതാണ്. അവർക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഈ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തുണ്ട് ഇതിൻ്റെ സാധാ ടൈപ്പ്. ഇപ്പോൾ അതിന് ഇത്ര വലിപ്പമൊന്നും ഉണ്ടാകില്ല. ഇതിപ്പോൾ അതെ നമ്മുടെ ശിവക്കുട്ടനും ടേസ്റ്റ് ചെയ്ത് നോക്കുകയുണ്ടോ. അപ്പോൾ ശിവക്കുട്ടന് നേരിയൊരു പുളി വന്നിട്ടുണ്ട്. പുളി സൂപ്പറാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ശിവക്കുട്ടൻ സ്റ്റാർ ഫ്രൂട്ട് ടേസ്റ്റ് ചെയ്ത് എന്നിട്ട് ആ കഷ്ണം കൊണ്ട് ആൾ സ്ഥലം വിട്ടു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയുള്ള ഫ്രൂട്ട്സൊക്കെ ഇഷ്ടമാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഏതാണെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കാമല്ലോ. അപ്പോൾ ഒരു ശിവക്കുട്ടൻ വീണ്ടും വന്ന് ചാമ്പങ്ങ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അവന് ഏറ്റവും ഇഷ്ടം ചാമ്പങ്ങയാണ് സ്റ്റാർ ഫ്രൂട്ടിനൊരു പുളിപ്പുള്ളതുകൊണ്ട് കഴിക്കാനൊരു ഇച്ചിരി ബുദ്ധിമുട്ടാണ് അവന്. അപ്പോൾ ഇത് കണ്ടോ ചാമ്പങ്ങ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാമ്പങ്ങ നല്ല മധുരമാണ് കേട്ടോ. ഇത് ശരിക്കും മൂത്തിട്ടില്ല. ശരിക്കും മൂത്തിട്ടുണ്ട് നല്ല റെഡ് കളർ വരികയും ചെയ്യും. ഇച്ചിരി ടേസ്റ്റായിരിക്കും. ഏകദേശം നമ്മളൊരു ആപ്പിളൊക്കെ കഴിക്കുന്ന ഒരു ഫീൽ തന്നെ ഇതിനുണ്ട് കേട്ടോ. ഇപ്പോൾ അമ്മയും വന്നിട്ടുണ്ട്. അമ്മയും ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അമ്മക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.